മകളെ അടുത്തതാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇറ്റ്സ് എ ടെമ്പററി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഏതാണ്? പെർമനൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ടെമ്പററി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്. അതെന്താണെന്ന് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ പ്രസൻസ് ഓഫ് അറ്റാക്കിംഗ് റിയേജൻറ്റ് ടുവാർഡ്സ് വൺ ഓഫ് ദി കാർബൺ ആറ്റം. ഈ കാണിച്ചിരിക്കുന്ന പൈ ഇലക്ട്രോൺ, ഇത് പൈ ഇലക്ട്രോൺ ആണല്ലോ അല്ലേ, നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് കോൾഡ് പൈ ഇലക്ട്രോൺ. 2 ബോണ്ട് ഉണ്ട്, അതിലൊരു ബോണ്ട് പൈ ബോണ്ടാണ്. ഈ പൈ ബോണ്ടുള്ള ഇലക്ട്രോൺ ഒരു കാർബണിൻ്റെ അടുത്തേക്ക് മാത്രം ഷിഫ്റ്റ് ആവുക. ആര് വരുമ്പോഴാണെന്ന് അറിയാം ഷിഫ്റ്റിംഗ് നടക്കുക? ഒരു ചാർജ് ഉള്ള ആൾ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾ. അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ ഈ കാണുന്ന ഇലക്ട്രോൺ എന്ത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നിങ്ങൾ ഈ H+ക്ക് ഇവിടെ എല്ലാന്ന് വിചാരിച്ചോ, ഈ ഒരു ഷിഫ്റ്റിംഗ് നടക്കില്ല. മനസ്സിലായോ? അതായത് ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ആര് മസ്റ്റാണ്? അറ്റാക്കിംഗ് റിയേജൻറ്റ് മസ്റ്റാണ്. അറ്റാക്കിംഗ് റിയേജൻറ്റ് ഉണ്ടെങ്കിൽ നടക്കും, അതില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ അതാ പറഞ്ഞത് ഇറ്റ് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റാക്കിംഗ് റിയേജൻറ്റ്, ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് ടെമ്പററി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്. പ്രീവിയസ് നീറ്റിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടെമ്പററി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ് വരിക. ഇതിൽ ഒരുപാടൊന്നും പഠിക്കാനില്ല. ദർ ആർ 2 types ഓഫ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. വൺ ഈസ് കോൾഡ് +C ആൻഡ് അനദർ വൺ ഈസ് കോൾഡ് -C. എന്താ +C എന്ന് വെച്ചാൽ നോക്കിക്കോട്ടോ. ഇവിടെ ഇലക്ട്രോൺ ചാടിയത് വലത്തെ കാർബണിലേക്കല്ലേ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജും വരും, ഇവിടെ പോസിറ്റീവ് ചാർജും വരും. ഇനി H+ പോവുക നെഗറ്റീവിൻ്റെ അടുത്തേക്കല്ലേ, അങ്ങനെ നേരെ H അങ്ങോട്ടേക്ക് വരും. അതായത് ഇലക്ട്രോൺ ചാടിയത് വലത്തേ സൈഡുള്ള കാർബണിലേക്ക്, അറ്റാക്കിംഗ് റിയേജൻറ്റ് പോയത് അങ്ങോട്ടേക്കാണെങ്കിൽ അത്തരം ഇലക്ട്രോമെറിക് എഫക്റ്റിൻ്റെ പേരാണ് എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുക? +C. If pi electrons are transferred and attacking reagent get attached around same carbon atom, it is called +E. അതിൻ്റെ പേരാണ് +E. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. -C എന്താണെന്നുള്ളത്? പൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണത് റൈറ്റ് സൈഡുള്ള കാർബണിലേക്ക്. അങ്ങനെ ഇവിടെ നെഗറ്റീവ് ചാർജും വരും, ഇവിടെ പോസിറ്റീവ് ചാർജും വരും. അറ്റാക്കിംഗ് റിയേജൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് നേരെ പോസിറ്റീവിലേക്ക് പോകും. അങ്ങനെ ഇവിടേക്കാണ് ആ സാധനം വരുന്നത്, Cn-. അതായത് പൈ ഇലക്ട്രോൺ ചാടുന്നത് വലത്തേ സൈഡുള്ള കാർബണിലേക്ക്, അറ്റാക്കിംഗ് റിയേജൻറ്റ് പോയത് വലത്തേ സൈഡിലേക്കല്ല, ഇടത്തേ സൈഡുള്ള കാർബണിലേക്കാണ് പോയത്, ലെഫ്റ്റിലുള്ള കാർബണിലേക്കാണ് പോയത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരാണ് -C. അത്രയേ ഉള്ളൂ, ഇതിൽ വേറെ ഒന്നും പഠിക്കാനില്ല. ഇഫ് പൈ ഇലക്ട്രോൺസ് ആർ ഡിസ്പ്ലേസ്ഡ് ടു ദ കാർബൺ വേർ അറ്റാക്കിംഗ് റിയേജൻറ്റ് ഗെറ്റ് അറ്റാച്ച്ഡ്, ഇറ്റ് ഈസ് കോൾഡ് +C. പൈ ഇലക്ട്രോൺ ചാടുന്ന കാർബൺ ഏതാണോ അങ്ങോട്ടേക്ക് തന്നെ അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുമെങ്കിൽ അതിനെ +C എന്നും, പൈ ഇലക്ട്രോൺ ചാടുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള കാർബണിലേക്കാണ് അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് -C. അതിൻ്റെ പേരാണ് -C. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആക്കുകയാണ്. ഇനി അടുത്ത റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ്. നോക്കാം മക്കളെ, ഏതൊക്കെയാണ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് എന്നുള്ളത്. ആദ്യം എന്താണ് ഇൻ്റർമീഡിയറ്റ്സ് എന്നറിയണം. റിയാക്റ്റൻറ്റുകൾ നേരിട്ട് പ്രൊഡക്റ്റ് ആവില്ല ചെയ്യുക ഓർഗാനിക് കോമ്പൗണ്ടിൽ. റിയാക്റ്റൻറ്റുകൾ പ്രൊഡക്റ്റ് ആവുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ്സ്. ഓക്കെ, ഇൻ്റർമീഡിയറ്റുകൾ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും 5 എണ്ണമാണ്. ഒന്നിൻ്റെ പേരാണ് ഫ്രീ റാഡിക്കൽ, അടുത്തതിൻ്റെ പേര് കാർബാനയോൺ, പിന്നെ ഏതാണ് കാർബോകാറ്റയോൺ, ദെൻ കാർബീൻ ആൻഡ് ബെൻസൈൻ. നോട്ട് ബെൻസീൻ, ഇറ്റ് ഈസ് കോൾഡ് ബെൻസൈൻ എന്നാണ് പറയാം. ഫസ്റ്റ് നമുക്ക് ഫ്രീ റാഡിക്കലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. ഇതാണ് ഫ്രീ റാഡിക്കൽ, കാർബൺ ഫ്രീ റാഡിക്കൽ. മക്കളെ CH4 ആയിരുന്നു. ഇതിലുള്ള ഈ ബോണ്ട് നിങ്ങൾ ഇങ്ങനെ ക്ലീവ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഇറ്റ് ഈസ് കോൾഡ് ഹോമോളിസിസ്. ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് CH3 റാഡിക്കൽ. ഇതിൻ്റെ പേര് മീഥൈൽ റാഡിക്കൽ എന്നാണ് ഇയാളെ വിളിക്കുക. ഓക്കെ, CH3 റാഡിക്കൽ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെയാണ് ഫോംഡ് ഡ്യൂ ടു ഹോമോലിറ്റിക് ക്ലീവേജ്. ഓക്കെ, ഹോമോലിപ്റ്റിക് ക്ലീവേജ് ഹോമോളിസിസ് വഴിയാണ് ഉണ്ടാവുക. ഹോമോ എന്ന് പറയുമ്പോൾ ബോണ്ട് ഒരുപോലെ ബ്രേക്ക് ചെയ്യുക, അതൊന്നും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ അതൊന്നും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളായിട്ട് മാറാൻ പാടില്ല. ആൻഡ് വാട്ട് ഈസ് ദ ഷേപ്പ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ നോക്ക്, കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ H, ഇവിടെ H, ഇവിടെയും H അല്ലേ. പിന്നെ ഇവിടെ ഹാഫ് ഫിൽഡ് ഓർബിറ്റലും ഉണ്ടാവും. ഇതായി കാണിച്ചിരിക്കുന്നതാണ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ. ഷേപ്പിൻ്റെ പേരാണ് ട്രയഗണൽ പ്ലനാർ. ട്രയഗണൽ പ്ലനാർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ് വരിക. ഇനി ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം, എത്ര ഇലക്ട്രോണാണുള്ളത്. 2, 4, 6, 6, 1. ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 7 ഇലക്ട്രോൺസ് ആണ് ഇതിന് ചുറ്റും ഉണ്ടാവുക. 8 ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്. ഇനി സ്റ്റെബിലിറ്റീൻ്റെ ഓർഡർ ആണ് ചോദിച്ചത്. നമുക്ക് നോക്കാം സ്റ്റെബിലിറ്റീൻ്റെ ഓർഡർ എന്താണെന്നുള്ളത്. അപ്പോൾ അതാണ് ഇനി അടുത്ത് പറയാനുള്ളത്, ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. നോക്കിക്കോളൂ, എന്താണ് സ്റ്റെബിലിറ്റീൻ്റെ ഓർഡർ.
ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്താണ് സ്റ്റെബിലിറ്റി ഇൻ ഓർഡർ? കുട്ടി ഓർഡർ നമുക്കറിയാം അല്ലേ, ടെർഷറി, സെക്കൻഡറി, പ്രൈമറി, ദെൻ മീഥൈൽ റാഡിക്കൽ. ഇനി വലിയ ഓർഡറാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. വലിയ ഓർഡറാണ്, ബിഗ്ഗസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ബെൻസൈൽ ഫ്രീ റാഡിക്കൽ, ബെൻസൈൽ. അത് കഴിഞ്ഞാൽ അലൈൽ ഫ്രീ റാഡിക്കൽ, CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 റാഡിക്കൽ. അത് കഴിഞ്ഞാൽ പിന്നെ ടെർഷറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, ദെൻ മീഥൈൽ റാഡിക്കൽ. എന്തുകൊണ്ടാണ് ഈ ഓർഡർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിലും സ്റ്റെബിലിറ്റി, ഇതിലൊക്കെ സ്റ്റെബിലിറ്റി, ടെർഷറിക്ക് സ്റ്റേബിൾ ആവാൻ കാരണം ആകെ ഒരു ഫാക്ടറാണ്, ദാറ്റ് ഇസ് കോൾഡ്, അതിൻ്റെ പേരാണ് ഹൈപ്പർ കോൺജുഗേഷൻ. അതുവഴി മാത്രമാണ് ഇയാൾക്ക് സ്റ്റെബിലിറ്റി കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇയാൾ സ്റ്റേബിൾ ആവാൻ കാരണം ഹൈപ്പർ കോൺജുഗേഷൻ അല്ല, ഡബിൾ സിംഗിൾ റാഡിക്കൽ. എന്താ സ്റ്റേബിൾ ആവാൻ കാരണം ഏതാണ്? റെസനൻസ് ആണ്. ഇവിടെ ഉണ്ടല്ലോ ഡബിൾ സിംഗിൾ റാഡിക്കൽ, കണ്ടോ, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് റാഡിക്കൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെസനൻസ്. അപ്പോൾ രണ്ടിലും റെസനൻസ് നടന്നിട്ടും ഇയാൾക്ക് സ്റ്റെബിലിറ്റി കൂടാൻ കാരണം ഇതിൽ 5 റെസനൻസ് സ്ട്രക്ചറും ഉണ്ടാവും, ഇതിൽ ഇയാൾക്ക് 2 റെസനൻസ് സ്ട്രക്ചർ ഉണ്ടാവും. ഞാനിങ്ങനെ വരയ്ക്കണില്ല. 5 എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും ഹോമോലിറ്റിക് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ റാഡിക്കൽ വരും, വീണ്ടും ആ റാഡിക്കൽ ഇവിടെ എത്തും, ഇവിടെ എത്തും. അങ്ങനെ കംപ്ലീറ്റ് റെസനൻസ് നമ്മൾ വരയ്ക്കുമ്പോൾ ടോട്ടൽ 5 റെസനൻസ് സ്ട്രക്ചർ അയാൾക്ക് ഉണ്ടാവും. അപ്പോൾ 5 സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് സ്റ്റെബിലിറ്റി കൂടിയത്, ബെൻസൈലിന് കേട്ടോ. ഇതാണ് റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ. ഇതിലേക്കാട്ടിലും സ്റ്റെബിലിറ്റി കൂടിയ ആൾക്കാരൊക്കെ ഉണ്ട്. വേറെ കാര്യം, ബെൻസൈൽ, ഇതിൻ്റെ പേര് അലൈൽ റാഡിക്കൽ എന്നാണ് പറയുക, അലൈൽ റാഡിക്കൽ. നമുക്ക് നോക്കാം നെക്സ്റ്റ് സ്റ്റെബിലിറ്റീൻ്റെ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഇത് നോർമൽ സെക്കൻഡറി റാഡിക്കൽ, ഇത് ടെർഷറി റാഡിക്കൽ, ഇത് അലൈലല്ലേ, അലൈൽ കണ്ടോ, ഡബിള് സിംഗിള് റാഡിക്കൽ. ഇറ്റ് ഈസ് കോൾഡ് അലൈൽ സിസ്റ്റം. അപ്പോൾ ഏതാ വരിക? C ദെൻ B ദെൻ A, അല്ലെങ്കിൽ മറ്റേ റെസനൻസ് ഉണ്ടെന്നും പറഞ്ഞാൽ മതി. അലയിൽ റെസനൻസ് ഉണ്ട്, അതുകൊണ്ട് റെസനൻസ് വഴി സ്റ്റെബിലിറ്റി ഉണ്ട് ഇയാൾക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് നോർമലി സെക്കൻഡറി റാഡിക്കൽ, ഇറ്റ് ഈസ് നോർമലി ടെർഷറി റാഡിക്കൽ, ഇറ്റ് ഈസ് നോർമലി പ്രൈമറി റാഡിക്കൽ. അപ്പോൾ ആൻസർ വരിക B പിന്നെ AC, BAC എന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഇത് പ്രൈമറി റാഡിക്കൽ, ഇത് സെക്കൻഡറി റാഡിക്കൽ, ഇത് ഡബിൾ സിംഗിൾ റാഡിക്കൽ, റെസനൻസ് ഉണ്ട്. CBA ഒക്കെ നമുക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്, എത്രയോ തവണ പറഞ്ഞതാണ് റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡറും കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത്, ഇതിൽ കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഡബിള് സിംഗിള് റാഡിക്കൽ. ഇത് ഇറ്റ് ഈസ് കോൾഡ് ബെൻസൈൽ റാഡിക്കൽ, ഇത് ഫീനൈൽ റാഡിക്കൽ. ബെൻസീൻ്റെ മുകളിൽ റാഡിക്കൽ വന്നത് ദാറ്റ് ഈസ് കോൾഡ് ഫീനൈൽ റാഡിക്കൽ. ഫീനൈൽ റാഡിക്കൽ അൺസ്റ്റേബിൾ ആണ് കേട്ടോ, ഹൈലി അൺസ്റ്റേബിൾ ആണ്. പിന്നെ എയും ഉണ്ട്, ബിയും ഉണ്ട്. ബി ബെൻസൈലാണ്, എ അലയിലാണ്. അലയിൽ, ഇത് ബെൻസൈൽ. പല ആൾക്കാർക്കും എന്താ അലയിലും ബെൻസൈലും അറിയില്ല. ബെൻസീൻ്റെ മുകളിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബെൻസൈൽ, ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്താണ് റാഡിക്കൽ എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അലൈൽ റാഡിക്കൽ. ബെൻസൈൽ ഈസ് ഓൾവേസ് മോർ സ്റ്റേബിൾ ദാൻ അലൈൽ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് വരെ B ദെൻ A, അത് കഴിഞ്ഞാൽ C. ഇനി PHCH2 റാഡിക്കൽ, ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവും. PHCH2 റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ബെൻസൈൽ റാഡിക്കലാണിത്, ഇതാണ് ബെൻസൈൽ റാഡിക്കൽ. അടുത്ത PH2, 2 PH ഉണ്ട്, അതായത് ഇങ്ങനെയാണ് കോമ്പൗണ്ട്, ഇങ്ങനെ വരും, ബെൻസീന് ദെൻ CH ദെൻ വീണ്ടും ബെൻസീന്, ഇങ്ങനെ വരും. അടുത്തത് PH3 ആണ് കേട്ടോ, 3 ഫീനൈൽ ലൂപ്പ് ഉണ്ട്. അപ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റീൻ്റെ ഓർഡർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. C, ഇവിടെ റാഡിക്കൽ, ഇവിടെ റാഡിക്കൽ, ഇവിടെ റാഡിക്കൽ, ഇതാണ് കോമ്പൗണ്ട്. ഞാൻ പറഞ്ഞു ഇയാൾക്ക് 5 റെസനൻസ് ഉണ്ടാവും എന്നുള്ളത്. ഇതിൽ 2 ബെൻസീൻ റിംഗ് ഉണ്ട്, ഇതിൽ 3 ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പോൾ ആരാ മോർ സ്റ്റേബിൾ ആയിട്ട് മാറുക? C അല്ലേ, അരോമാറ്റിക് ആയിട്ടുള്ള 3 ബെൻസീൻ റിംഗ് ഉണ്ട്. അതിൽ സ്റ്റെബിലിറ്റി കൂടെ C ആണ്. അത് കഴിഞ്ഞാൽ B പിന്നെ A. ഇയാൾ നോർമലി സെക്കൻഡറി ആണ്. ഇയാളോ ഇത് അലയിലല്ലേ, 1 റെസനൻസ് ഉണ്ട്, ഇതിൽ 2 റെസനൻസ്. അപ്പോൾ CBA ഇങ്ങനെ വരും സ്റ്റെബിലിറ്റീൻ്റെ ഓർഡർ. അടുത്തത്, ഇത് നോർമലി സെക്കൻഡറി, ഇത് 1 റെസനൻസ് ഉണ്ട്, ഡബിൾ സിംഗിൾ റാഡിക്കൽ. ഇതിൽ ഡബിൾ സിംഗിൾ റാഡിക്കൽ, ഡബിൾ സിംഗിൾ റാഡിക്കൽ, 2 റെസനൻസ് ഉണ്ട്. ഇവിടെ റാഡിക്കൽ ഉണ്ട്, ഡബിൾ സിംഗിൾ റാഡിക്കൽ, ഡബിൾ സിംഗിൾ റാഡിക്കൽ, ഡബിൾ സിംഗിൾ റാഡിക്കൽ, 3 റെസനൻസ്. ഇവിടെ 2 റെസനൻസ്, ഇവിടെ 1 റെസനൻസ്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് D പിന്നെ C പിന്നെ B പിന്നെ A, DCBA. ഇതാണ് സ്റ്റെബിലിറ്റീൻ്റെ എന്ത് വരുന്നത്, ഓർഡർ വരുന്നത്.
ഓക്കെ, ഇത്രയാണ് ഫ്രീ റാഡിക്കലിൻ്റെ കാര്യം പറയാനുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഈ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഒരുപാട് സ്പീഡിൽ ചെയ്തിട്ടുണ്ട്, കാരണം അത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് നെക്സ്റ്റ് വൺ കാർബാനയോണിൻ്റെ കാര്യമാണ്. കാർബാനയോൺസ് ഉണ്ടാവുക ഹെട്രോളിസ് വഴിയാണ്. ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടിയെന്ന് വിചാരിക്കുക, അങ്ങനെ CH3 മൈനസ് ഉണ്ടാവുക, ദാറ്റ് ഇസ് കോൾഡ് കാർബാനയോൺ. ഇതാണ് കാർബാനോണിൻ്റെ ഷേപ്പ്. കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്, പിരമിഡൽ ഷേപ്പാണ് വരിക. CH3 മൈനസ്, ഇറ്റ് ഈസ് കോൾഡ് പിരമിഡൽ ഷേപ്പ്. ഹൈബ്രിഡൈസേഷൻ sp3 ലൂയിസ് ബേസ് ആണ്. മോർ ഓവർ 8 ഇലക്ട്രോൺ ഉണ്ട്, ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺ റിച്ച് ആണ്. ഇനി സ്റ്റെബിലിറ്റീൻ്റെ ഓർഡർ ഞാനിവിടെ എഴുതുകയാണ്. നേരത്തെ എഴുതിയ അതേ ഓർഡർ തന്നെ. ഫസ്റ്റ് റാങ്ക് വരെ ബെൻസൈൽ, നേരത്തെ എഴുതിയ അതേ ഓർഡർ എന്ന് പറയരുത് കേട്ടോ. ബെൻസൈൽ കാർബാനയോൺ. റീസൺ റെസനൻസ്, ഡബിൾ സിംഗിൾ ലോൺ പെയർ. നെഗറ്റീവ് എന്ന് പറയുന്നത് ലോൺ പെയർ അല്ലേ. അത് കഴിഞ്ഞാൽ അലയിലാട്ടോ, CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2 മൈനസ്. ഇതിൻ്റെ പേര് ബെൻസൈൽ, ഇതിൻ്റെ പേര് അലൈൽ. ഇനി CH3 മൈനസ്, മീഥൈൽ കാർബാനയോൺ. അത് കഴിഞ്ഞാൽ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അതിൻ്റെ കൂട്ടത്തിൽ ബെൻസൈലും അലയിലും വന്നു എന്നേ ഉള്ളൂ. ഇവർക്ക് രണ്ടുപേർക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ കാരണം എന്തായിരുന്നു? ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി തന്നെ. എന്തായിരുന്നു കാരണം? റെസൊണൻസ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഇസ് കോൾഡ് കാർബോകാറ്റയോൺ. എങ്ങനെയാണ് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി എന്നുള്ളത്. മക്കളെ, മൂന്നാമത്തെ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ് കാർബോകാറ്റയോൺ. വാട്ട് ഇസ് മീൻ ബൈ കാർബോകാറ്റയോൺ? കാർബൺ ബിയറിംഗ് പോസിറ്റീവ്ലി ചാർജഡ് സ്പീഷീസ് അല്ലേ, ദാറ്റ് ഇസ് കോൾഡ് കാർബോകാറ്റയോൺ. ഇപ്പോൾ ഇത് ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ ആകുമ്പോൾ അങ്ങനെയൊന്നും ബ്രേക്ക് ചെയ്യൂല. അപ്പം അങ്ങനെയാണ് പൊതുവേ കാർബോകാറ്റയോൺ ഉണ്ടാവാറുള്ളത്. ശരിക്കും എച്ചിൻ്റെ അടുത്തേക്കൊന്നും ഷിഫ്റ്റ് ചെയ്യൂല കേട്ടോ. അവിടെ എക്സ് ഒക്കെ ആണെന്ന് വിചാരിച്ചാൽ മതി. സപ്പോസ് പൊതുവേ പറഞ്ഞതാ. ഇറ്റ് ഈസ് കോൾഡ് മീഥൈൽ കാർബോകാറ്റയോൺ, കാർബൺ ബിയറിംഗ് പോസിറ്റീവ്ലി ചാർജഡ് സ്പീഷീസ്. ഷേപ്പ് നോക്കണേ. CH3 ഇവിടെ പുള്ളിക്കുത്തൊന്നും ഇല്ല കേട്ടോ, ഡോട്ടൊന്നുമില്ല. എച്ച്, ഇവിടെ എച്ച്. ഓക്കെ, ഇവിടെ വാക്കൻ്റ് പി ഓർബിറ്റില്ല കേട്ടോ. ഷേപ്പ് ഈസ് ട്രയഗണൽ പ്ലെനാർ. ഹൈബ്രിഡൈസേഷൻ sp2. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, കാരണം ആകെ 6 ഇലക്ട്രോൺസ് മാത്രമേ ഇയാൾക്ക് ചുറ്റുള്ളൂ. ടാക്ടസ് ലൂയിസ് ആസിഡ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ലൂയിസ് ആസിഡ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുക. ഓക്കെ, ദെർഫോർ ടാക്ടസ് ലൂയിസ് ആസിഡ്. ഇയാൾ ലൂയിസ് ആസിഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാർബോകാറ്റയോണിനെ കുറിച്ച് പറയാനുള്ളത്. ഷേപ്പും ഹൈബ്രിഡൈസേഷനും ആയ സ്ഥിതിക്ക് നമുക്ക് സ്റ്റെബിലിറ്റി ഓർഡറിലേക്ക് പോകാം. ഇതാണ് സ്റ്റെബിലിറ്റി ഓർഡർ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇറ്റ് ഈസ് കോൾഡ് സൈക്ലോപ്രൊപ്പൈൽ മീഥൈൽ കാർബോകാറ്റയോൺ. ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ആണ്. നമുക്ക് ഇതിലിപ്പോൾ റെസനൻസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത്. ബട്ട് ഇറ്റ് കണ്ടെയ്ൻ റെസനൻസ്. അതിന് സ്പെഷ്യൽ പേരിട്ട് വിളിക്കട്ടെ, ദാറ്റ് ഈസ് കോൾഡ് ഡാൻസിങ് റെസനൻസ്. നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും. ഡാൻസിങ് റെസനൻസ് എന്നാണ് പറയുക, ഡാൻസിങ് റെസനൻസ്. അപ്പോൾ ഇയാൾ സ്റ്റേബിളാണ്. സ്റ്റേബിൾ ആവാൻ കാരണം ഡാൻസിങ് റെസനൻസാണ്. എന്താണെന്നുള്ളത് ഇപ്പോൾ ഒഴിവാക്കുക, അതിലേക്കൊന്നും ഇനി ഒരുപാട് പോകണ്ട. സൈക്ലോപ്രൊപ്പൈൽ മീഥൈൽ കാർബോകാറ്റയോൺ ഈസ് ഹൈലി സ്റ്റേബിൾ ഡ്യൂ ടു ഡാൻസിങ് റെസനൻസ്. ഇവിടെ 2 സൈക്ലോപ്രൊപ്പൈൽ റിംഗ് ഉണ്ട്, ഇവിടെ 3 സൈക്ലോപ്രൊപ്പൈൽ റിംഗ് ഉണ്ട്. ഇതാണ് കേട്ടോ സൈക്ലോപ്രൊപ്പൈൽ മീഥൈൽ കാർബോകാറ്റയോൺ. ഇവിടെ ഒരു കാർബൺ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ട്രൈഫിനൈൽ മീഥൈൽ കാർബോകാറ്റയോൺ. ഇതിൻ്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയാം. ട്രൈഫിനൈൽ കാർബോകാറ്റയോൺ റെസനൻസ് അല്ലേ കാരണമായിട്ട് വരിക? റെസനൻസ്. 3 ബെൻസീൻ റിംഗ് ഉണ്ട്, അപ്പോൾ അത് അരോമാറ്റിക് അല്ലേ. ഇവിടെ 2 എണ്ണം. അപ്പോൾ ഇതിനെക്കാട്ടിൽ സ്റ്റെബിലിറ്റി ഒന്ന് കുറയും. ഇവിടെ 3 ബെൻസീൻ റിംഗ് ഉണ്ട്, ഇവിടെ 2 ബെൻസീൻ റിംഗ് ഉള്ളൂ. 2 അരോമാറ്റിക് ആയിട്ടുള്ള റിംഗ്, ഇവിടെ 3 അരോമാറ്റിക് ആയിട്ടുള്ള റിംഗ്. പിന്നെ നോക്കട്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെർഷറിയും പ്രൈമറി ബെൻസൈലും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ. ഇറ്റ്സ് കോൾഡ് ടെർട്ട് ബ്യൂട്ടൈൽ. ഇതിൻ്റെ പേര് ടെർട്ട് ബ്യൂട്ടൈൽ എന്ന് പറയാം, ടെർട്ട് ബ്യൂട്ടൈൽ. ഇതിൻ്റെ പേര് പ്രൈമറി ബെൻസൈൽ. ഇയാൾ 5 റെസനൻസ് ഉണ്ട്. അയാൾ റെസനൻസ് ഒന്നും ഇല്ലെങ്കിലും പിന്നെ എങ്ങനെ അയാൾ മോർ സ്റ്റേബിളായി? ടെർട്ട് ബ്യൂട്ടൈൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി ബെൻസൈൽ എന്നാ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക്? ഞാൻ നേരത്തെ ഓൾറെഡി ഹൈപ്പർ കോൺജുഗേഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറഞ്ഞത് ഇതായിരുന്നു, ഹൈ സ്റ്റെബിലിറ്റി ഓഫ് ടെർട്ട് ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ. 5 റെസനൻസ് ഇല്ലേ സാറേ, പിന്നെ എങ്ങനെ അതിനെ ഓവർകം ചെയ്തിട്ട് ടെർഷറി വരിക? ഇതുവരെ ടെർഷറി ഒന്നും അങ്ങനെ ബെൻസൈലിനെ ഓവർകം ചെയ്ത ചരിത്രമില്ലല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ ഓവർകം ചെയ്യാൻ കാരണം ടെർട്ട് ബ്യൂട്ടൈൽ ഈസ് സ്ലൈറ്റ്ലി മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി ബെൻസൈൽ. റീസൺ ഈസ് ദാറ്റ് ടെർട്ട് ബ്യൂട്ടൈൽ ഈസ് സ്റ്റെബിലൈസ്ഡ് ത്രൂ ബോത്ത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇറ്റ് കണ്ടെയ്ൻ 3 +I ഗ്രൂപ്പ്. 3 +I ഗ്രൂപ്പും ഉണ്ട്, 9 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്.
ഇൻഡക്റ്റീവ് ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷനും ഉണ്ട്. രണ്ടും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ ആൾ ആരാണ്? ടെർട്ട് ബ്യൂട്ടൈലാണ്. ടെർട്ട് പെൻറ്റൈലാണെങ്കിൽ മാറുവേ, ഞാൻ ടെർട്ട് ബ്യൂട്ടൈൽ മാത്രമാണ് പറഞ്ഞത്. ടെർട്ട് ബ്യൂട്ടൈൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി ബെൻസൈൽ. ദെൻ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി അലൈൽ. പ്രൈമറി അലൈൽ ഓൾമോസ്റ്റ് നിയർലി സ്റ്റെബിലൈസർ വിത്ത് സെക്കൻഡറി കാർബോകാറ്റയോൺ. സെക്കൻഡറിക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ കാരണം എന്താ പറയുക? രണ്ട് എഫക്റ്റ് ആണ്. അതായത് പൊതുവെ അലൈലിനോളം സെക്കൻഡറിക്കൊന്നും വരാറില്ല. ചില ബുക്കിൽ സെക്കൻഡറിക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇയാൾക്ക് ഇത്ര സ്റ്റെബിലിറ്റി കിട്ടാൻ കാരണമായിട്ട് പറയുന്നത് ഇതും മീതയിലാണ്, ഇതും മീതയിലാണ്. 2 +I ഗ്രൂപ്പ് ഉണ്ട്. മാത്രമല്ല 6 ആൽഫ എച്ച് ഉണ്ട്. അവിടെ 9 ഉണ്ട്, പക്ഷെ ഇവിടെ 6 ഉണ്ടാവും കേട്ടോ. 2 +I ഗ്രൂപ്പും അതുപോലെ തന്നെ 6 ആൽഫ ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. ഇത് പ്രൈമറി. അതായത് ഇൻഡക്റ്റീവും റെസനൻസ് അല്ല, ഹൈപ്പർ കോൺജുഗേഷൻ രണ്ടും വഴി ഇതെന്താണ്? സ്റ്റെബിലൈസ്ഡ് ആണ്. ദെൻ പ്രൈമറി മീതൈൽ. വിനൈലും അറയിലൊക്കെ അൺസ്റ്റേബിളാണ്. കാരണം കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. sp2 എന്ന് പറഞ്ഞാൽ -I ഗ്രൂപ്പ് അല്ലേ? ഇവിടെയും കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, ഒരു -I ഗ്രൂപ്പാണ്. പുറത്തൊക്കെ ഉണ്ട് കുറേ -I ഗ്രൂപ്പ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും -I ഗ്രൂപ്പ് വന്ന പോസിറ്റീവ് ചാർജ് കൂടുന്നുള്ളത്. ഇനി ട്രിപ്പിൾ ബോണ്ടിൻ്റെ മുകളിൽ വന്ന ഹൈലി അൺസ്റ്റേബിളാണ്. sp ഗ്രൂപ്പാണ്. sp -I നല്ല പവറിലാണ്, പോസിറ്റീവ് ചാർജ് കൂടും. ഓക്കെ, ബ്രിഡ്ജ് ഹെഡ് പൊസിഷനിൽ കാർബോകാറ്റയോൺ വരാൻ പാടില്ല. ഈ പൊസിഷനിലോ. കാരണം ഇത് സ്ട്രെയിൻ കൂടിയിട്ട് ഈ ബ്രിഡ്ജ് ബൈസൈക്ലോ കോമ്പൗണ്ടാണ്. ബൈസൈക്ലോ കോമ്പൗണ്ടിൽ ബ്രിഡ്ജിൻ്റെ സ്റ്റെബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ബാധിക്കും, മോശമായിട്ട് ബാധിക്കും. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp2 ആണെങ്കിൽ മോളിക്യൂൾ പ്ലെനാർ ആവാൻ നോക്കും. അങ്ങനെ ബ്രിഡ്ജ് പൊട്ടിപ്പോവും, അൺസ്റ്റേബിൾ ആവും, സ്ട്രെയിൻ കൂടും. ഇയാൾ സൈക്ലിക് ആണ്, പ്ലെനാർ ആണ്. മാത്രമല്ല 4 പൈ ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് ഈ കോമ്പൗണ്ട് ആൻറ്റി അരോമാറ്റിക്കാണ്. ഇവരൊക്കെ അൺസ്റ്റേബിൾ ആണ് കേട്ടോ. സ്റ്റെബിലിറ്റി കൂടിയ ആളെ പഠിക്കുന്നതോടൊപ്പം അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളെയും കൂടെ എന്ത് ചെയ്യുക? കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. മക്കളെ -I ഗ്രൂപ്പ് വന്ന പോസിറ്റീവ് ചാർജ് കൂടുന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയണം. ഇതാണ് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡറാണ് കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അടുത്തതെന്നുള്ളത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ. ഇനി അടുത്തത് അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ മുൻപ്. IIT 2008 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഓൾറെഡി എഴുതി തന്നിട്ടുണ്ട്. ഇനി അടുത്ത റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റിലേക്കാണ്. ദാറ്റ് ഈസ് കോൾഡ്, അതിൻ്റെ പേരാണ് കാർബീൻ. കാർബീൻ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ മുകളിൽ 2 ബോണ്ട് ഉണ്ടാവും, പ്ലസ് അയാളുടെ കയ്യിൽ ഒരു ലോൺ പെയർ ഉണ്ടാവും. ബട്ട് നെഗറ്റീവ് ചാർജ് ഒന്നുമില്ല കേട്ടോ. കാർബീൻ ആക്ട് ആസ് ഇലക്ട്രോഫൈൽ സിൻസ് ഇറ്റ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. കണ്ടാതൊന്ന് റിച്ച് ആണ്, പക്ഷേ ഇയാൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഇതാണ് ഇവിടെ കണ്ടോ, CH2 പിന്നെ ഒരു ലോൺ പെയർ. ഇതിൻ്റെ പേര് മീതൈൽ കാർബീൻ എന്നാണ്. ഇയാൾക്ക് ചുറ്റും ടോട്ടൽ 6 ഇലക്ട്രോണേ ഉള്ളൂ, 8 ഒന്നുമില്ല, ഒക്ടറ്റ് കംപ്ലീറ്റഡ് അല്ല. ഇനി ഇതിൻ്റെ പേര് ഡൈക്ലോറോ കാർബീൻ എന്നാണ് കേട്ടോ. 2 ക്ലോറിൻ ഉണ്ട്, ഡൈക്ലോറോ കാർബീൻ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. കാരണം ഇത് റീമർട്ടീമാൻ റിയാക്ഷൻ്റെ ഇലക്ട്രോഫൈലാണ്. മാത്രമല്ല ലോൺ പെയർ വരുന്ന ഇലക്ട്രോഫൈലുകൾ വളരെ റെയറാണ്. ബട്ട് ഇയാൾക്ക് ലോൺ പെയർ ഉണ്ട്, ബട്ട് ആക്ടേഴ്സ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോൺ ഇഷ്ടപ്പെടാൻ കാരണം അയാൾക്ക് ചുറ്റും എത്ര ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ടാണ്? 8 ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ റീമർട്ടീമാൻ്റെ ഇലക്ട്രോഫൈൽ ഏതാണെന്ന് മുൻപ് ചോദിച്ചിട്ടുണ്ട്, നീറ്റിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് കോൾഡ് ഡൈക്ലോറോ കാർബീൻ. ആൻഡ് ഫൈനലി ബെൻസീൻ അല്ല ബെൻസൈൻ. ക്ലോറോബെൻസീൻ വെൻ ട്രീറ്റഡ് വിത്ത് NaNH2 സോഡാമൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഈ Cl-ഉമായിട്ട് പോവും, ഈ Hഉം NH2 കൂടി ചേർന്ന് NH3 ആയിട്ട് പുറത്തു പോകും. അങ്ങനെ ഇതിനിടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് വരും. ഹൈലി അൺസ്റ്റേബിൾ ആണ് കേട്ടോ ബെൻസൈൻ. എന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് ഒന്നും സ്റ്റേബിൾ അല്ല. ഫ്രാക്ഷൻ ഓഫ് മില്ലി സെക്കൻഡ്സ് ഒക്കെ അയാൾ ഉണ്ടാവുകയുള്ളൂ. വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ അയാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. റിങ്ങിനകത്തൊന്നും ഒരിക്കലും ട്രിപ്പിൾ ബോണ്ട് വന്നൊരു കോമ്പൗണ്ടിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഉണ്ടായ ഉടനെ തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് വേറെ പ്രൊഡക്റ്റായിട്ട് മാറും. ഇറ്റ് ഈസ് കോൾഡ് ബെൻസൈൻ. ഇതും ഹാലോ ആൽക്കയിൽ നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് ആണ്. ഓക്കെ മക്കളെ, ഇനി അടുത്തത് നെക്സ്റ്റ് ടോപ്പിക് ഉള്ളത് ഇതാണ് കേട്ടോ. ഇലക്ട്രോഫൈൽസ് ആൻഡ് ന്യൂക്ലിയോഫൈൽസ് എന്നുള്ള ടോപ്പിക്കാണ്. പേര് പോലെ തന്നെ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആർ കോൾഡ് ഇലക്ട്രോഫൈൽ. നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇലക്ട്രോഫൈൽ എന്ന് പറയുക. എല്ലാ പ്ലസ് ചാർജുള്ള ആൾക്കാരും പറ്റും. ഇതൊക്കെ പ്ലസ് ചാർജുള്ള ആൾക്കാർ, ഇതൊക്കെ ഇലക്ട്രോഫൈലാണ്. പിന്നെ BF3 ഒക്കെ ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ കാരണം കണ്ടോ, BF3യിൽ ബോറോണ് ചുറ്റും ആകെ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 2, 4, 6 ഉള്ളൂ. 8 ഇല്ലാത്ത ഒരു ഇലക്ട്രോഫൈലാണ്. ഇവരൊക്കെ അങ്ങനെ ഇലക്ട്രോഫൈലായ ആൾക്കാരാണ്. BF3, AlCl3, FeCl3 എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. ഇനി SO3CO2, ഇത് ഡൈക്ലോറോ കാർബീൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇലക്ട്രോഫൈലാണെന്നുള്ളത്. SO3ൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ SO3 ഒക്കെ ഇപ്പം എങ്ങനെ ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യുക അല്ലേ? SO3 നോക്കണേ, SO3 ഇതിൽ സൾഫർ നോക്കുമ്പോൾ സൾഫറിൻ്റെ ചാർജ് പോസിറ്റീവും ഓക്സിജൻ്റെ ചാർജ് നെഗറ്റീവ്.
ഈ ബോണ്ട് നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഈ ബോണ്ട് നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. സൾഫറിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് അക്കുമുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് അക്കുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ബോണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്യും. നേരെ തിരിച്ച് കേട്ടോ, ഇങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്ക്. ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് വരികയും ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ സൾഫറിൻ്റെ മുകളിൽ പെട്ടെന്ന് പോസിറ്റീവ് ചാർജ് അക്കുമുലേറ്റ് ചെയ്യും. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ തന്നെ അതന്നെയാണ് കേട്ടോ. ഓക്കെ, ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ അയാളുടെ മുകളിൽ എവിടെയെങ്കിലും എന്ത് ചാർജ് ഉണ്ടാവണം? പോസിറ്റീവ് ചാർജ് ഉണ്ടാവണം. ഇവിടെ സൾഫറിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. CO2 സിമിലർ അങ്ങനെ തന്നെയാണ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. അയാൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഒന്നും അല്ല, ബട്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ ഓക്സിജൻ. അപ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും, ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. അപ്പോൾ ഈ കാർബണിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, 2 പ്ലസ് ചാർജായി, അക്കുമുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കുക. ഇനി ഈ ന്യൂക്ലിയോഫൈൽ, പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, H3O+ എന്നുള്ള കോമ്പൗണ്ട് ഉണ്ട്, പ്ലസ് ചാർജ് ഒക്കെ ഉണ്ട് ഇയാൾക്ക്. H3O+, ഇതാണ് H3O+. പ്ലസ് ചാർജ് ഉണ്ടെങ്കിലും അയാൾ ഇലക്ട്രോഫൈൽ ഒന്നുമല്ല. കാരണം ഓൾറെഡി അയാൾക്ക് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്ക്? 8 ഇലക്ട്രോൺ ആയി. ഇതാണ് H3O+ൻ്റെ ഷേപ്പ്, 2, 4, 6, 8. പിന്നെ ഒരു പ്ലസ് ചാർജും വന്നു. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യൂല. ഓക്കെ, നോട്ട് ആക്ട് ആസ് ഇലക്ട്രോഫൈൽ. 8 ഉണ്ട്, ഇനി ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് 8നേക്കാട്ടിൽ അപ്പുറം പോയി സ്റ്റെബിലിറ്റി പോകും. അപ്പോൾ H3O+ ഒരു എക്സെപ്ഷൻ ആണ്. കനോട്ട് ആക്ട് ആസ് ഇലക്ട്രോഫൈൽ, കനോട്ട് ആക്ട് ആസ് ഇലക്ട്രോഫൈൽ. ഇയാൾക്കൊരു ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റൂല. ഇനി അടുത്തത് ന്യൂക്ലിയോഫൈൽ എന്നാണ് പറയും. ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരൊക്കെ ന്യൂക്ലിയോഫൈലാണ്. കണ്ടോ, H-, I-, F-, Br-. ഇതൊക്കെ മായ്ക്കേണ്ട. SO3ൻ്റെ കാര്യമൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ലോൺ പെയറുള്ള ആൾക്കാരും പൈ ബോണ്ടുള്ള ആൾക്കാരൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യുക? ന്യൂക്ലിയോഫൈലായിട്ടാണ് കണക്ട് ചെയ്യുക. ഇത്രയാണുള്ളത്. ഇതാണ് ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും. ഡെഫിനിഷനൊക്കെ ഒഴിവാക്കുക, എക്സാമ്പിൾസ് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക? പഠിക്കാൻ നോക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 1-2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ടിപ്സുകളാണ് ഇനി അടുത്തത് പറയാനുള്ളത്. അതൊക്കെ കഴിഞ്ഞാൽ റിയാക്ഷൻ മെക്കാനിസം തീരും. മക്കളെ, അടുത്തത് Ka1-ഉം Ka2-ഉം കമ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, ഇതാണ് ക്വസ്റ്റ്യൻ. കമ്പയർ Ka1 ആൻഡ് Ka2. Ka1 ആൻഡ് Ka2. ഓക്കെ, Ka2. അപ്പോൾ ഒരു കാര്യം അറിയണം, Ka വാല്യൂസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിറ്റി. Ka വാല്യൂസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിറ്റി. ഈ ഒരു കാര്യം അറിയണം. പിന്നെ എന്താ Ka1 Ka2 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H2SO4, ഇയാൾ ഒരു H+ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ H+ഉം HSO4- ആയിട്ട് മാറും. ഇറ്റ് ഈസ് കോൾഡ് Ka1. ഓക്കെ, HSO4- വീണ്ടും ഒരു H+ കൊടുക്കുകയാണെങ്കിൽ H+ഉം പിന്നെ SO4 2- ആയിട്ട് മാറും. ഇറ്റ് ഈസ് കോൾഡ് Ka2. ആദ്യത്തെ H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് Ka1. രണ്ടാമത്തെ H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്? Ka2. ഓക്കെ, അപ്പോൾ നോക്കുക, എന്താണെങ്കിലും അസിഡിറ്റി കൂടുകയാണെങ്കിൽ Ka1-ഉം Ka2 ഒക്കെ കൂടും. അപ്പോൾ ആദ്യത്തെ H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവാണ് Ka1. ആദ്യത്തെ H+ പെട്ടെന്ന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ Ka1 കൂടും. രണ്ടാമത്തെ H+ നന്നായി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ Ka2ൻ്റെ വാല്യൂം കൂടും. അപ്പോൾ കമ്പയർ Ka1 ആൻഡ് Ka2. നോക്കിക്കോളൂ എങ്ങനെയാണ് Ka1-ഉം Ka2-ഉം കമ്പയർ ചെയ്യുക എന്നുള്ളത്. COOH, സിംഗിൾ ബോണ്ട് COOH. അടുത്തത് COOH, വീണ്ടും CH2COOH. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് ഓക്സാലിക് ആസിഡ് എന്നാണ് പറയുക. ഓക്സാലിക് ആസിഡ്. ഇനി ഇതിൻ്റെ പേര് ഇറ്റ് ഈസ് കോൾഡ് മാലോണിക് ആസിഡ്. ഇറ്റ് ഈസ് കോൾഡ് മാലോണിക് ആസിഡ്. ഇതിൽ ആർക്കാണ് Ka1-ഉം Ka2-ഉം കൂടുതൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ആദ്യം Ka1-ൻ്റെ കാര്യം. ഒന്നാമത്തെ ആളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവിൻ്റെ പേരാണ് Ka1. ഇപ്പോൾ COO- ആൻഡ് ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു COOH. മറ്റേ ആൾ എന്തായിട്ടാണ് മാറുക? COO- പിന്നെ CH2COOH ഇങ്ങനെയായിട്ട് മാറും. COH ഒരു മൈനസായി ഗ്രൂപ്പാണ്. എഗെയിൻ ഇവിടെയുണ്ട് COOH ഒരു മൈനസായി ഗ്രൂപ്പാണ്. മൈനസായി ഗ്രൂപ്പ് വന്നാൽ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? കുറയും. നെഗറ്റീവ് ചാർജ് കുറയും. ഇവിടെയും നെഗറ്റീവ് ചാർജ് കുറയും. പക്ഷേ ഇവിടുത്തെ അത്ര കുറയില്ലല്ലോ. റീസൺ ഞാനെന്താ ചെക്ക് ചെയ്യാൻ പോകണമെന്നറിയാം. അപ്പോൾ എപ്പോഴും H+ റിമൂവ് ചെയ്തതിന് ശേഷം ഉള്ള ഭാഗത്തിൻ്റെ സ്റ്റെബിലിറ്റി കൂടിയുള്ള അസിഡിറ്റി കൂടുന്നല്ലേ പറഞ്ഞ്. Ka1 ചോദിച്ചാൽ ഒന്നാമത്തെ H+ റിമൂവ് ചെയ്യുക. അങ്ങനെ ഒന്നാമത്തെ H+ റിമൂവ് ചെയ്ത ഭാഗം നോക്ക് നിങ്ങൾ. ഓക്കെ, അതിൽ ആർക്കാണോ സ്റ്റെബിലിറ്റി കൂടുതൽ അയാൾക്കാണ് അസിഡിറ്റി കൂടുതൽ. ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുകയെന്നറിയോ? Aക്കല്ലേ, അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡിനല്ലേ കൂടുക. കാരണം എന്താ? നെഗറ്റീവ് ചാർജ് കുറവാണ്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂടി അതിൻ്റെ അസിഡിറ്റിയും കൂടും.
അപ്പോൾ അസിഡിറ്റീൻ്റെ ഓർഡർ എങ്ങനെ ഒരു അസിഡിറ്റീൻ്റെ ഓർഡർ നോക്കിക്കോളൂ. അസിഡിറ്റീൻ്റെ ഓർഡർ കേട്ടോ. അസിഡിറ്റി എഴുതില്ല, Ka1 എഴുതാം, കാരണം Ka വാല്യൂ കൂടി അസിഡിറ്റി കൂടുതലല്ലോ. അപ്പോൾ Ka1ൻ്റെ ഓർഡർ ഇതാണ്. ഇങ്ങനെ ഓർഡർ വരിക, ഓക്സാലിക് ആസിഡ് ഈസ് മോർ ദാൻ ആരെക്കാട്ടിലും കൂടുതലാണ്? മാലോണിക് ആസിഡിനെക്കാട്ടിലും കൂടുതലാണ് കേട്ടോ. Ka1 വാല്യൂ ഓക്സാലിക് ആസിഡിന് മാലോണിക് ആസിഡിനെക്കാട്ടിലും കൂടുതലാണ്. ഇനിയിപ്പോൾ Ka2ൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ Ka2 വാല്യൂ രണ്ടാമത്തെ H+നെ റിമൂവ് ചെയ്യുക. COO മൈനസ് സിംഗിൾ ബോണ്ട് COO മൈനസ് ആയിട്ട് മാറും. മറ്റേത് COO മൈനസ് വീണ്ടും CH2 COO മൈനസ് ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, ഇതിലേ Ka2 എന്ന് പറഞ്ഞാൽ ഇതിൽ ആർക്കാണോ സ്റ്റെബിലിറ്റി കൂടുതൽ അയാൾക്കാണ് എന്ത് കൂടുക? അസിഡിറ്റി കൂടുക. ഇയാൾ അൺസ്റ്റേബിളാണ്. കാരണം എന്താണെന്ന് പറയുക, രണ്ട് നെഗറ്റീവ് ചാർജ് അടുത്ത് വരുമ്പോൾ റിപ്പൾഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇയാൾ അൺസ്റ്റേബിളാണ്. അപ്പോൾ ഇതിനേക്കാട്ടിലും സ്റ്റെബിലിറ്റി ഇയാൾക്കുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റീൻ്റെ ഓർഡറാണ് അസിഡിറ്റി തീരുമാനിക്കുക. മാലോണിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവിനാണ് എന്ത് കൂടുതൽ? സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ Ka2 കൂടുതൽ ആർക്കാണ്? മാലോണിക് ഗ്രേറ്റർ ദാൻ ആരെക്കാട്ടിലും ഓക്സാലിക്. കണ്ടോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ വരിക. അപ്പോൾ ഇത് ഇൻഡക്റ്റീവ് എഫക്റ്റിൽ ഒരു ആപ്ലിക്കേഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മൾ റിയാക്ഷൻ മെക്കാനിസം എന്ത് ചെയ്യാൻ പോവാണ്? വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ പ്യൂരിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്.